നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുട്ടം റൈഫിൾ ക്ലബിന്റെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം PG ജോസഫ് MLA നിർവഹിച്ചു. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കട്ടപ്പനയിൽ പറഞ്ഞു. ലയൺസ് ക്ലബ്ബ് തൊടുപുഴ മെട്രോയും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് നടപ്പിലാക്കുന്ന ഭവനരഹിതർക്കായുള്ള ധനസഹായ വിതരണം സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ വിതരണമേള ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഭൂവിഷയങ്ങളിലും മലയോര മേഖലകളിലെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങളിലും ഏറ്റവും ഭീകരമായ ദുരിതം നേരിടുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തെക്കുംഭാഗം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി ദീപ യാത്ര സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മുട്ടം റൈഫിൾ ക്ലബിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം PG ജോസഫ് MLA നിർവഹിച്ചു. ചടങ്ങിൽ റൈഫിൾ ക്ലബ് എന്ന സിനിമയിലെ താരങ്ങളും സന്നിഹിതരായിരുന്നു. ഇടുക്കി ജില്ലാ റൈഫിൾ ക്ലബ്ബ് ഫാമിലി മീറ്റിംഗ് മുട്ടത്തുള്ള റൈഫിൾ ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിച്ചു. കുടുംബസംഗമത്തിൽ 400ഓളം അംഗങ്ങൾ പങ്കെടുത്തു. PG ജോസഫ് MLA കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ശ്രദ്ധേയമായ ഒരു റൈഫിൾ ക്ലബ്ബാണിത്. വളരെയേറെ ആളുകളെ ആകർഷിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെയുള്ള ഫെസിലിറ്റീസ് കുറച്ചുകൂടെ കൂട്ടുകയാണെങ്കിൽ ടൂറിസ്റ്റുകളായി തന്നെ ധാരാളം പേര് വരാൻ സാധ്യതയുണ്ട്. ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ പദ്ധതിയുമായി ശ്രീ പ്രിൻസ് വന്നപ്പോൾ അതിന് എല്ലാ പിന്തുണയും കൊടുക്കാൻ കഴിഞ്ഞു. ഞാൻ ഇറിഗേഷൻ മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് ലീസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. ഇവിടെ നാഷണൽ നടന്ന ഒരു വർഷം 2009 ഇവിടുത്തെ പ്രാക്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ വിജയികളായിട്ടുള്ള ഏതാനും മെമ്പേഴ്സുണ്ട്. അതിൻ്റെ ലിസ്റ്റോടെ വായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായി. അതെല്ലാം അഭിനന്ദിക്കുന്നു. ഇനിയും കൂടുതൽ ആളെ ആകർഷിക്കാനും ഈ ഇവിടുത്തെ ഫെസിലിറ്റീസ് കുറച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് ഷൂട്ടിംഗ് മത്സരത്തിൽ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഉള്ള താരങ്ങളെ പരിശീലിപ്പിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഫാദർ ജോസഫ് സിറിയക് അധ്യക്ഷത വഹിച്ചു. പ്രിൻസ് മാത്യു, ജിൽമോൻ, ഡോക്ടർ ഏലിയാസ് എന്നിവർ പ്രസംഗിച്ചു. സിനിമാ നടന്മാരായ വിനീത് കുമാർ, ബിബിൻ ബേബി, തിരക്കഥാകൃത്ത് ദിലീഷ് നാരായണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. റൈഫിൾ ക്ലബ് എന്ന സിനിമയെക്കുറിച്ച് അവർ വിവരിക്കുകയും ചെയ്തു. സംസ്ഥാന ദേശീയ തലത്തിലുള്ള അവാർഡുകൾ വാങ്ങിച്ച ഇടുക്കി ക്ലബിൽ പ്രാക്ടീസ് ചെയ്യുന്നവരെ അഭിനന്ദിച്ചു. എനിക്കും എൻ്റെ ആഗ്രഹമാണ്, അത് ചിലപ്പോൾ നടന്നിട്ട് അങ്ങനെ ആവുമെന്നുള്ള എനിക്കറിയില്ല. എനിക്കും ഒരു ഗണ്ണ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഷാർപ്പ് ഷൂട്ടറാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ബിബിൻ അത് സാധ്യമാക്കിയത് ആക്ച്വലി ഇവരൊരു ഷൂട്ടിങ്ങിന് ചെന്നൈയിൽ പോയപ്പോൾ ദുൽഖറിൻ്റെ അടുത്ത സുഹൃത്തും കൂടെയാണ്, ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗവും കൂടെയാണ്. നമുക്കിതൊരു പുതിയ ഒരു കുറേ കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളൊരു ക്ലബ്ബായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുകയായിരുന്നു, എങ്ങാനും ആ ടോക്കൻ്റെ കിട്ടാതെ മരിച്ചു പോയിരുന്നെങ്കിൽ ഒന്നും ഉണ്ടെന്നറിയാതെ മരിച്ചു പോകുമെന്ന് എടുക്കാറായി മാറിയാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒന്നാമത് എല്ലാവരും ടോക്കണൊക്കെ വെടിവെച്ച് നോക്കണം, എപ്പോഴാണ് കൊള്ളുക എന്ന് പറയാൻ പറ്റില്ല. തുടർന്ന് അവാർഡ് ദാനവും നടത്തി. തുടർന്ന് സംഗീത നിശയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. അഭിരാമി, പിന്നെ എയർ റൈഫിളിൽ 500 and 609 അങ്ങനെ 3 വിത്ത് സ്കോർ ഓഫ് അതായത് സൂപ്പർ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ 7.
ഇവന്റിൽ നോൺ ഷൂട്ടറാണ്. നാഷണൽ പാർട്ടിസിപ്പന്റ് സ്ക്വാഡ്, നാഷണൽ സ്ക്വാഡിലേക്ക് ഓപ്പൺ സൈറ്റ് റൈറ്റ്. ജോഷന്റെ മക്കളാണ്. സൗത്ത് സോണും സ്റ്റേറ്റിൽ ബിനിൽ ജോസഫ് നാഷണൽ മെഡലിസ്റ്റ് ആണ്. നീലാഞ്ജന ഈ വർഷത്തെ ഈ വർഷത്തെ കഴിഞ്ഞ സമ്മർ. ജോഷുവയിൽ സ്റ്റേറ്റിൽ സിൽവർ മെഡലുണ്ട്. സ്റ്റേറ്റിൽ സിൽവർ. Congratulations to the ന്യൂസ് ബ്യൂറോ, മുട്ടം. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സാബുവിന്റെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയ ശേഷമാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. സാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടപ്പനയിലെ നിക്ഷേപകനായ സാബുവിന്റെ ആത്മഹത്യ നിരന്തരമായി ഉണ്ടായ മാനസിക പീഡനം മൂലമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. തന്നെ അധിക്ഷേപിച്ചതിൽ മനം നൊന്താണ് സാബു ആത്മഹത്യ ചെയ്തതെന്നും സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും സാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടും വരെ കുടുംബത്തോടൊപ്പം തങ്ങൾ ഉണ്ടാകുമെന്നും സതീശൻ പറഞ്ഞു. സാബുവിന്റെ മരണം എല്ലാവരെയും വേദനിപ്പിക്കുന്ന കാര്യമാണ്. സൊസൈറ്റിയിൽ കൊണ്ടുപോയി പണം ഇട്ടിട്ട് ഭാര്യയുടെ ഒരു സർജറിക്ക് വേണ്ടി പണം ചോദിച്ചപ്പോൾ നേതാക്കന്മാരടക്കമുള്ള ആളുകളാണ് സാബുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പറഞ്ഞതുപോലെ പീഡിപ്പിച്ച് കൊല്ലുകയാണ് ആ മനുഷ്യൻ. പണം കൊണ്ടുപോയിട്ടാണ്, കടം കൊടുക്കാനുള്ള ആളല്ല. പണം അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് ഇവർ വേറെ വഴിക്ക് ആ പണം മുഴുവൻ നശിപ്പിച്ചിട്ട് പണം കൊടുക്കാൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ അയാളോട് എത്ര മോശമായിട്ട് ക്രൂരമായിട്ടുമാണ് പെരുമാറിയത്. എന്നിട്ട് ഇവർ യഥാർത്ഥത്തിൽ അതിൻ്റെ മുഴുവൻ തെളിവുകളുണ്ട്. എന്നിട്ട് ഈ മുൻ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്കെതിരായിട്ടൊരു കേസ് പോലും എടുത്തിട്ടില്ല. ഈ വിഷയം ഗൗരവമായി നിയമസഭയിൽ അവതരിപ്പിക്കും. ആ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ നിലപാടും തീർച്ചയായിട്ടും ഞങ്ങൾ സ്വീകരിക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ടില്ല. ആ കുടുംബത്തോടൊപ്പം നിൽക്കുക, ആ കുടുംബത്തിന് നീതി കിട്ടുന്നത്. പ്രതിപക്ഷ നേതാവിനോടൊപ്പം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി, DCC പ്രസിഡന്റ് CP മാത്യു, അഡ്വക്കേറ്റ് EM ആഗസ്തി, ജോയി വെട്ടിക്കുഴി, ബീന ടോമി, അഡ്വക്കേറ്റ് KJ ബെന്നി, സിജു ചക്കുമൂട്ടിൽ തുടങ്ങിയ നേതാക്കളുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ലയൺസ് ക്ലബ്ബ് തൊടുപുഴ മെട്രോയും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് നടപ്പിലാക്കുന്ന ഭവനരഹിതർക്കായുള്ള ധനസഹായ വിതരണം സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ വിതരണമേള ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് തൊടുപുഴ മെട്രോ പ്രസിഡന്റ് CC അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് തൊടുപുഴ മെട്രോയും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി നടപ്പിലാക്കുന്ന ഭവനരഹിതർക്കായുള്ള ധനസഹായ വിതരണം ലയൺസ് ക്ലബ്ബ് മെട്രോ ഹാളിൽ നടന്നു. 10ഓളം കുടുംബങ്ങൾക്ക് ഇതുവഴി പ്രയോജനം ലഭിച്ചു. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിതരണമേള ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് തൊടുപുഴ മെട്രോ പ്രസിഡന്റ് CC അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജെറാർഡ് മാനുവൽ മുഖ്യപ്രഭാഷണം നടത്തി. മാർക്കറ്റിംഗ് മാനേജർ ടൈറ്റസ്, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, സെക്രട്ടറി നവാസ്, ഇടുക്കി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി, ജിമ്മി മറ്റത്തിപ്പാറ, MN സുരേഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ലയൺസ് ക്ലബ്ബ് തൊടുപുഴ മെട്രോ സെക്രട്ടറി ജിജോ കാളിയർ നന്ദി പറഞ്ഞു. ലയൺസ് ക്ലബ്ബ് തൊടുപുഴ മെട്രോ വൈസ് പ്രസിഡന്റ് റെജി വർഗീസ്, രതീഷ് ദിവാകരൻ, പ്രശാന്ത് കുമാർ KS, ലയൺസ് ക്ലബ്ബ് മെട്രോ അംഗങ്ങൾ, പദ്ധതി ഗുണഭോക്താക്കൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെ ഭൂവിഷയങ്ങളിലും മലയോര മേഖലകളിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങളിലും ഏറ്റവും ഭീകരമായ ദുരിതം നേരിടുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മലയോര സമരയാത്രയ്ക്ക് അടിമാലി, കട്ടപ്പന എന്നിവിടങ്ങളിൽ നൽകിയ സ്വീകരണ യോഗങ്ങളിൽ നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിമാലിയിൽ നടന്ന സ്വീകരണ സമ്മേളനം UDF കൺവീനർ MM ഹസനും, കട്ടപ്പനയിൽ നടന്ന സ്വീകരണ സമ്മേളനം കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ PG ജോസഫും ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഭൂവിഷയങ്ങളിലും മലയോര മേഖലകളിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങളിലും ഏറ്റവും ഭീകരമായ ദുരിതം നേരിടുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇടുക്കിയിലെ ആളുകൾ ഉൾപ്പെടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നതിനുള്ള ഏത് തരത്തിലുള്ള മുന്നേറ്റത്തിന്റെയും മുമ്പിൽ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഉറപ്പു തരുന്നതിന് വേണ്ടിയാണ് ഈ മലയോര ജാഥയുമായി ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലയോര സമരയാത്രയ്ക്ക് അടിമാലി, കട്ടപ്പന എന്നിവിടങ്ങളിൽ നൽകിയ സ്വീകരണ യോഗങ്ങളിൽ നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ. 2 CHR പ്രമേയപ്രകടനം നടത്താൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഈ 2 ഉത്തരവും ഈ സർക്കാരിന്റെ കയ്യിരിപ്പുകാരാണ്. പട്ടയം കോടതിയിൽ കേസ് വരുമ്പോൾ എന്താ പറയുന്നത്? ഇന്നത്തെ ദേശാഭിമാനി ഒരു പേജ് മുഴുവൻ ഈ
കാര്യങ്ങൾ എനിക്ക് ഒറ്റ വാചകത്തിന് മറുപടി പറയാനുണ്ട്. ഈ ജില്ലയിലെ CPM നേതാക്കന്മാർ മുഴുവൻ കയ്യേറ്റക്കാരുടെ കൂടെയാണ്. ഞങ്ങൾ UDF ഐക്യ ജനാധിപത്യ കുടിയേറ്റക്കാരുടെയും കർഷകരുടെയും കൂടെയാണ്. അതാണ് വ്യത്യാസം. നിങ്ങൾ ഞങ്ങൾ തമ്മിലാ പോരാട്ടം. എന്താണ് 64 പട്ടേലിന് സ്റ്റേ ചെയ്യാനുള്ള കാരണം? ഗവൺമെന്റ് പറയണം, കുടിയേറ്റക്കാർക്ക് നിയമപരമായി ഞങ്ങൾ പട്ടയം വിതരണം ചെയ്തിട്ടുണ്ട്. കയ്യേറ്റക്കാർക്ക് ഞങ്ങൾ വിതരണം ചെയ്യില്ല. കയ്യേറ്റക്കാരുടെ കയ്യിലിരിക്കുന്ന പട്ടയം വ്യാജ പട്ടയമാണ്, സർക്കാർ പട്ടയമല്ല. 2, 3 ഈ വ്യാജ പട്ടയം കൈവശമുള്ള കയ്യേറ്റക്കാരുടെ ലിസ്റ്റ് ഇതാണ്. ഈ ലിസ്റ്റ് സർക്കാരിന്റെ കയ്യിലുണ്ട്. അത് ഈ ഗവൺമെന്റിന് കോടതി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാര്യം? മുഴുവൻ CPM നേതാക്കന്മാരെ ആ ലിസ്റ്റിൽ 75% CPM നേതാക്കന്മാരും അവരുടെ ബന്ധുക്കളുമാണ്. അതുകൊണ്ട് അത് കോടതി കൊടുക്കില്ല. കുടിയേറ്റവും കയ്യേറ്റവും തമ്മിലുള്ള വ്യത്യാസവും കുടിയേറ്റക്കാർക്ക് പട്ടയം കൊടുക്കുന്നതും കയ്യേറ്റക്കാരുടെ വ്യാജ പട്ടയവും കോടതി പറഞ്ഞില്ല. അതുകൊണ്ട് അവർ മൊത്തം സ്റ്റേ ചെയ്തു. ഇനി CHR 2016 ഈ താലൂക്കിലുള്ള ഏറ്റവും കൂടുതൽ CHR അല്ലേ? 2016 വരെ മുഴുവൻ സർക്കാരുകളിൽ നിലനിന്ന CHR എന്ന് പറയുന്നത് റവന്യൂ ഭൂമിയാണ്. അതിലെ വനവകുപ്പിന്റെയാണ്. ഡ്യൂവൽ കൺട്രോൾ എന്ന് പറയും. വനത്തിന്റെ ഭൂമി റവന്യൂ ഭൂമിയാണ്. ഇത് സുപ്രീം കോടതിയിൽ എങ്ങനെ ഈ CHR വനഭൂമിയാണെന്നുള്ള നിലപാട് വന്നു? ഒന്ന് കോടതിയിൽ പറഞ്ഞില്ല, പറഞ്ഞു. കോടതിയിൽ കേസ് എടുക്കുമ്പോൾ കാണാം. അടിമാലിയിൽ നടന്ന സ്വീകരണ സമ്മേളനം UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻമാരായ PP സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, DCC പ്രസിഡന്റ് CP മാത്യു, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ, VP സജീന്ദ്രൻ, അഡ്വക്കേറ്റ് S അശോകൻ, നേതാക്കളായ TM സലീം, EM ആഗസ്തി, റോയി K പൗലോസ്, ഇബ്രാഹിം കുട്ടി കല്ലാർ, ഷിബു ബേബി ജോൺ, TU കുരുവിള, രാജൻ ബാബു, റെജി സക്കറിയ, AK മണി, ജോയി വെട്ടിക്കുഴി, MJ ജേക്കബ്, തോമസ് രാജൻ, MN ഗോപി, KA സിയാദ്, സുരേഷ് ബാബു, KA കുര്യൻ, ബാബു കുര്യാക്കോസ്, G മുനിയാണ്ടി, ജോർജ് തോമസ്, ഹാപ്പി K വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കട്ടപ്പനയിൽ നടന്ന സ്വീകരണ സമ്മേളനം കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. AK പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, DCC പ്രസിഡന്റ് CP മാത്യു, KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, ജോസഫ് വാഴക്കൻ, മോൻസ് ജോസഫ് MLA, രാജൻ ബാബു, ഷിബു ബേബി ജോൺ, EM ആഗസ്തി, റോയി K പൗലോസ്, അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, തോമസ് രാജൻ, MN ഗോപി, റെജി സക്കറിയ, ജോർജ് ജോസഫ് പടവൻ, തോമസ് പെരുമന, അഡ്വക്കേറ്റ് KJ ബെന്നി, അഡ്വക്കേറ്റ് KB സെൽവം, തോമസ് മൈക്കിൾ, CS യശോധരൻ, മനോജ് മുരളി, ജോസ് മുത്തനാട്ട്, സിജു ചക്കുമൂട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കണ്ണമ്പടിയിൽ കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച് ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി. ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡൻ, മുൻ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ 10 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാനാണ് അനുമതി. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതിനാൽ താമസിയാതെ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. കണ്ണമ്പടി പുത്തൻപുരയ്ക്കൽ സരുൺ സജിയെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച് കള്ളക്കേസിൽ കുടുക്കിയത്. 2022 സെപ്റ്റംബർ 20 സംഭവം. നടപടി വിവാദമായതോടെ സർക്കാർ നിർദ്ദേശപ്രകാരം വനംവകുപ്പ് CCF നീതു ലക്ഷ്മി അന്വേഷണം നടത്തി. കേസ് കെട്ടിച്ചമച്ചതാണെന്നും പിടിച്ചെടുത്ത മാംസം വന്യജീവിയുടേതല്ല എന്നും കണ്ടെത്തി. ഇതോടെ മുൻ ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ B രാഹുൽ, കിഴുകാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ T അനിൽകുമാർ ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. സരുണിന്റെ പരാതിയിൽ 13 ഉദ്യോഗസ്ഥർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം പോലീസ് കേസെടുത്തു. സരുൺ സജിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കള്ളക്കേസ് വനംവകുപ്പ് പിൻവലിക്കുകയും ചെയ്തു. കേസിൽ B രാഹുൽ ഒഴികെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും അറസ്റ്റിലാകുകയും റിമാൻഡിൽ കഴിയേണ്ടി വരികയും ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും സംഭവത്തിൽ ഇടപെട്ടു. സരുൺ സജിയുടെ കുടുംബവും ഉള്ളാട മഹാസഭയും നടത്തിയ സമരത്തെ തുടർന്ന് പ്രതികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കുറ്റപത്രം തയ്യാറാക്കി. 2024 ജനുവരിയിൽ പ്രോസിക്യൂഷൻ അനുമതി തേടി പോലീസ് സർക്കാരിന് കത്ത് നൽകി. എന്നാൽ പ്രതികളുടെ സ്വാധീനം മൂലം 1 വർഷത്തിന് ശേഷമാണ് അനുമതി നൽകിയത്. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതിനാൽ താമസിയാതെ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തെക്കുംഭാഗം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി ദീപയാത്ര സംഘടിപ്പിച്ചു.
രക്തസാക്ഷികളായ ഫ്രാൻസിസിന്റെയും ദേവസ്യയുടെയും ബന്ധുക്കൾ കൈമാറിയ ദീപശിഖ മാർത്തോമയിൽ CPIM തെക്കുംഭാഗം ലോക്കൽ സെക്രട്ടറി TM മുജീബ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി പോൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി അത്ലറ്റുകൾക്ക് കൈമാറി. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തെക്കുംഭാഗം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി ദീപയാത്ര സംഘടിപ്പിച്ചു. 1980-ൽ മാർത്തോമയിൽ DYFI യൂണിറ്റ് രൂപീകരണ യോഗം നടത്തിക്കൊണ്ടിരിക്കെ അന്നത്തെ മാർത്തോമ സൂപ്രണ്ടിന്റെ ഒത്താശയോടെ ബോൾഷെവിക് പാർട്ടിയുടെ ഗുണ്ടകൾ അരുംകൊല ചെയ്ത രക്തസാക്ഷികളായ ഫ്രാൻസിസിന്റെയും ദേവസ്യയുടെയും ബന്ധുക്കൾ കൈമാറിയ ദീപശിഖ CPIM തെക്കുംഭാഗം ലോക്കൽ സെക്രട്ടറി TM മുജീബ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി പോൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി അത്ലറ്റുകൾക്ക് കൈമാറി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ DYFIയുടെ രൂപീകരണ യോഗം ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാടിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അന്ന് ഈ പ്രിയ സഖാക്കളെ ആക്രമിച്ച് അന്നത്തെ മാർത്തോമ തോട്ടം സൂപ്രണ്ടിന്റെ എല്ലാം ഒത്താശയോടുകൂടി ബോൾഷെവിക് പാർട്ടിയുടെ ഗുണ്ടകൾ അരുംകൊല ചെയ്തത്. അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തിരുന്ന സഖാക്കൾ നമ്മുടെ ഗോപിച്ചേട്ടനും അതുപോലെ തന്നെ ശിവൻചേട്ടനുമെല്ലാം ഇവിടെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രിയപ്പെട്ട സഖാക്കളുടെ 2 ജ്യേഷ്ഠന്മാരാണ് ഇവിടെ ഇരിക്കുന്ന ഫിലിപ്പി ഏട്ടനും അതുപോലെ തന്നെ ജോസി ഏട്ടനും. അതുപോലെ തന്നെ ദേവസ്യ സഖാവിന്റെ 2 അനുജന്മാരാണ് ഉണ്ടായിരുന്നത്. ആ 2 അനുജന്മാരും മരണപ്പെട്ടു പോയി. അവരുടെ മകൾ, ഒരനുജന്റെ മകൾ നീതുവും അവരുടെ ഭർത്താവ് ജയ്മോനും നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. DYFI മേഖലാ സെക്രട്ടറി KN റഹ്മാൻ, പ്രസിഡന്റ് അഞ്ജലി സാബു എന്നിവരുടെ നേതൃത്വത്തിൽ അത്ലറ്റുകൾ 2 വീലർ റാലിയുടെ അകമ്പടിയോടെ സമ്മേളന കാലഘട്ടത്തിൽ മരണമടഞ്ഞ VS പ്രിൻസ്, ജോർജ് വർഗീസ്, KK ശിവൻ, സുരേഷ് കൃഷ്ണൻ, K ദാമോദരൻ, KN ഗോപാലൻ, KK ഷിജി എന്നിവരുടെ ഭവനങ്ങളിലെത്തി ബന്ധുക്കൾ കൈമാറിയ ദീപശിഖകൾ ഏറ്റുവാങ്ങി. തുടർന്ന് കാരിക്കോടെത്തി TA നസീറിന്റെ ഭവനത്തിലെത്തി. TA നസീർ സ്മൃതി ദീപയാത്രയോടൊപ്പം അണിചേരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മലബാർ ഗോൾഡിന്റെ തൊടുപുഴ ഷോറൂമിന്റെ 16ാം വാർഷികത്തോടനുബന്ധിച്ച് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി. ഇടുക്കി താലൂക്ക് ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി ഉദ്ഘാടനം നിർവഹിച്ചു. ഫെബ്രുവരി 3 മുതൽ 9 വരെയാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ നടക്കുന്നത്. ലളിതമായ ഡിസൈനുകളിൽ തീർത്ത ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴ ഷോറൂമിൽ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി. ആധുനിക ഫാഷൻ സങ്കല്പങ്ങൾക്കനുസൃതമായ ഡെയിലി വെയർ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനാണ് ഒരുക്കിയിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയുടെ ഉദ്ഘാടനം ഇടുക്കി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി നിർവഹിച്ചു. തീർച്ചയായും നമ്മളിവിടെ വരുന്നതിൻ്റെ മുഖ്യ കാരണം ഒന്നും നമ്മുടെ ഗോൾഡിനോടുള്ള നമ്മുടെ ക്വാളിറ്റിയിലെ എല്ലാ ഒരു നമ്മുടെ വിശ്വാസം, പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ, മാനേജ്മെന്റ് ഇതൊക്കെ നേരത്തെ തൊട്ട് ഇങ്ങനെ തന്നെയാണ്. നമ്മളെ ഒന്ന് വന്നാൽ വീണ്ടും വരാൻ തോന്നുന്ന ഒരു സമീപനമാണ് എല്ലാ സ്റ്റാഫുകളും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇതുവരെയും. ഗോൾഡ് നമ്മൾ തീർച്ചയായിട്ടും എവിടെ ചെന്നാലും എടുത്ത് അറിയപ്പെടുന്ന, കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം, അല്ലെങ്കിൽ നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു വെറൈറ്റി ഡിസൈൻസ് എല്ലാം ഉണ്ട്. അതുപോലെ നമ്മളോട് കാണിക്കുന്ന പരിഗണന, ഓഫറുകൾ എല്ലാം അതെ. പിന്നെ ഓരോ ഒക്കേഷൻസ്, നമ്മുടെ ന്യൂ ഇയർ അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സിനെ ഇവർ പരിഗണിക്കുന്നതും എല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഫംഗ്ഷന് വിളിച്ചപ്പോഴും ഞാനിവിടെ എത്തിയത്. ആദ്യ വിൽപ്പന തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ നിർവഹിച്ചു. അപ്പോൾ ഏതായാലും ഈ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ തൊടുപുഴയിൽ തന്നെ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ഷോ നടത്തുന്നത്. സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വളരെ നല്ലൊരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. ധാരാളം ഇളവുകൾ അനുവദിക്കാറുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പ്രയോജനം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ കളക്ഷൻസ് നല്ലതാണ്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ ഇപ്പോൾ എന്ത് ഇത് പറഞ്ഞെന്ന് പറഞ്ഞാലും അപ്പം തന്നെ നമുക്ക് എത്തിച്ചു തരാനും എല്ലാത്തിനും ഒരുക്കാണെങ്കിലും ഓർഡർ ചെയ്ത സാധനങ്ങളാണെങ്കിലും
എപ്പോഴാണെങ്കിലും നമുക്ക് വേണ്ടതല്ല അതേപോലെ തന്നെ നമുക്ക് എടുക്കാനും എല്ലാ രീതിയിലും ഉള്ള സർവീസിങ് ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എല്ലാ വിവാഹ ഫംഗ്ഷൻ്റെ എല്ലാ ആഭരണങ്ങളും അന്ന് മുതൽ ഇന്ന് വരെ മലബാർ ഗോൾഡിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. എൻ്റെ മോളുടെ കല്യാണം 1 വർഷം കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ 5 ലക്ഷം രൂപ ഇപ്പോഴേ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് ഒരാവശ്യത്തിനും മലബാർ ഗോൾഡ് തിരഞ്ഞെടുക്കാൻ ഈ ജെറാൾഡ് സാറിന് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളാണ്, പിന്നെ ഇവർ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇതിന്റെ വിജയത്തിന് മുന്നോടിയായിട്ടുള്ളത്. മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി നവാസ് CK, ഷോറൂം ഹെഡ് ജെറാൾഡ് മാനുവൽ, അസിസ്റ്റന്റ് ഷോറൂം ഹെഡ് ഉമേഷ് അനിൽ, മാർക്കറ്റിംഗ് മാനേജർ ടൈറ്റസ് KM എന്നിവരും ജീവനക്കാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കനാലിൽ വെള്ളം നിറയുമ്പോൾ വീടും പരിസരവും വെള്ളത്തിൽ. ദുരിതത്തിലായി ഒരു കുടുംബം. മലങ്കര ഡാമിൽ നിന്നും ആരംഭിക്കുന്ന വലതുകര കനാൽ കടന്നു പോകുന്ന പട്ടയംകവല കല്ലുമാരി കനാൽ റോഡിന്റെ ഭാഗത്ത് താമസിക്കുന്ന മുതലക്കോടം കണ്ടത്തിൻകര KK രാജപ്പനും കുടുംബവുമാണ് ഏറെ നാളായി ഈ ദുരിതം അനുഭവിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന കനാലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ ചോർച്ചയടച്ച് തന്റെ വീടിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കനാൽ റോഡിന്റെ നിരപ്പിൽ നിന്നും അല്പം താഴ്ഭാഗത്താണ് മുതലക്കോടം കണ്ടത്തിൻകര KK രാജപ്പന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. കനാലിൽ വെള്ളം നിറയുമ്പോൾ വീടിന്റെ പരിസരവും മുറ്റവുമൊക്കെ വെള്ളത്തിലാകുന്ന സ്ഥിതിയാണ്. മുറിക്കുള്ളിൽ വരെ വെള്ളം കയറാറുണ്ടെന്ന് രാജപ്പൻ പറയുന്നു. 4.25 സെന്റ് സ്ഥലത്ത് മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീടിന്റെ മുറ്റവും പരിസരവും കനാൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വീടിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടയംകവലിൽ നിന്ന് കടന്നു പോകുന്ന വലതുകര കനാലിന്റെ ഇച്ചിരി താഴ്ഭാഗത്തായിട്ടാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കനാലിന്റെ അറ്റകുറ്റിപ്പണി നടത്താത്തതിനാൽ എൻ്റെ വീടിരിക്കുന്ന ഭാഗത്തേക്ക് കനാലിൽ നിന്ന് അമിതമായി ചോർച്ചയുണ്ടായി. എൻ്റെ മുറ്റം നിറച്ച് വെള്ളം നിറയുകയും തറയുടെ അടിയിൽ നിന്ന് വരെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. മൺകട്ട കൊണ്ട് നിർമ്മിച്ച എൻ്റെ വീടിന് ഭീഷണിയായി ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അധികാരികളുടെ അടുത്ത് പല പ്രാവശ്യം നിവേദനങ്ങൾ കൊടുത്തിട്ടും ഫണ്ടില്ല എന്നുള്ള കാരണം പറഞ്ഞ് നാളിതുവരെ വർക്ക് നടത്തിയിട്ടില്ല. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പോലും അധികാരികൾ വന്ന് ഫോട്ടോ എടുക്കുകയും കാര്യങ്ങൾ അന്വേഷിച്ച് മടങ്ങുന്നതല്ലാതെ നടപടി ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രിക്ക് ഞാനൊരു പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തിട്ട് നാളിതുവരെ അനക്കം ഉണ്ടായിട്ടില്ല. ഈ വെള്ളം ശക്തമായി എൻ്റെ വീടിൻ്റെ മുറ്റത്തെ എഴുതുന്നതാണ്. മുറ്റത്തിറങ്ങാനോ മുറ്റത്ത് ചവിട്ടാനോ പറ്റുന്നില്ല. മുറ്റമെല്ലാം ചവിട്ടുന്നവർക്ക് താന്നു പോകുന്നു. പെരയുടെ അടിത്തറയിൽ നിന്ന് വെള്ളം ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇത് എൻ്റെ വീടിന് ഭീഷണി ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾക്ക് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. നിത്യജീവിതത്തിന് വകയില്ലാതെ ജീവിക്കുന്ന ഞങ്ങളുടെ ഈ പരാതിയും പരിഹാരം ഉണ്ടാകണമെന്ന് ഉള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അധികാരികളോട് പറയാനുള്ളത്. പഴക്കം ചെന്ന കനാലിന്റെ ഉൾഭാഗത്ത് സിമന്റ് പൊട്ടിപ്പൊളിഞ്ഞ വലിയ ദ്വാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമിതമായി വെള്ളം നിറയുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ കനാലിന്റെ ഉൾഭാഗത്ത് നിന്ന് പുറത്തേക്ക് ചോർച്ചയുണ്ടാകുന്നു. അങ്ങ് പൊക്കി വെള്ളം വേണം.
പൊട്ടിപ്പൊളിഞ്ഞ കനാലിന്റെ അറ്റകുറ്റപ്പണി നടത്തി പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ ചോർച്ചയടച്ച് വെള്ളമൊഴുക്ക് തടയണമെന്നും വീടിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ചുമട്ടുതൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വകാര്യ ഗോഡൌണിലേക്ക് എത്തിയ ചരക്ക് ലോറി തടഞ്ഞ് കട്ടപ്പനയിലെ സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയൻ. അതിഥി തൊഴിലാളികൾക്ക് കാർഡ് സമ്പാദിച്ച് ലോഡിംഗ് തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തിയതിനെതിരെയാണ് പ്രതിഷേധവുമായി തൊഴിലാളികൾ രംഗത്ത് വന്നത്. കട്ടപ്പനയിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് എത്തിയ ചരക്ക് ലോറിയാണ് സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വെള്ളയാങ്കുടി സുവർണഗിരി റോഡിൽ തടഞ്ഞത്. അതിഥി തൊഴിലാളികൾക്ക് കാർഡ് സമ്പാദിച്ചുകൊണ്ട് യൂണിയൻ തൊഴിലാളികളുടെ പണി നഷ്ടപ്പെടുത്തുകയാണ് തൊഴിലുടമ ചെയ്തതെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. 15 വർഷത്തിലധികമായി ചെയ്തിരുന്ന പണി നിഷേധിക്കുന്ന നിലപാടാണ് തൊഴിലുടമ സ്വീകരിക്കുന്നത്. ഇതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് INTUC നേതാവ് പറഞ്ഞു. 15 വർഷത്തിലധികമായി ഈ വാഹനത്തിലുള്ള അൾട്രാടെക് സിമെന്റ് ഈ തൊഴിലാളികൾ ഒന്നടങ്കം ഇറക്കിക്കൊണ്ടിരുന്നതാണ്. ഒരു സമീപകാലത്ത് ഒരു 1.5 വർഷക്കാലത്തൊക്കെ അത് 20 ഏക്കർ എന്ന സ്ഥലത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുകയും വീണ്ടും പിന്നീട് പിറ്റേ ദിവസം ആ ഒരു ഗോഡൌൺ അവിടെ നിർത്തുന്നു. പിറ്റേ ദിവസം ഇവിടെ കോർട്ട് ഓർഡറുള്ള ഒരു ഗോഡൌണിലേക്ക് ഇത് മാറ്റി തൊഴിലാളികളുടെ ആ തൊഴിൽ ചെയ്യാനുള്ള അവകാശവും ആ അധികാരവും ഞങ്ങൾ നിഷേധിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധം. ഇതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ശക്തമായി പ്രതിഷേധിച്ച ഈ പണി ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് മാത്രം പറയുന്നു. നാളുകളായി തൊഴിലുടമ സ്വീകരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ സാധനങ്ങൾ കയറ്റി അയക്കുന്ന ഗോഡൌൺ നേതൃത്വം പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനവും ലംഘിക്കപ്പെടുകയാണെന്ന് BMS നേതാവ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാഹനം ഇവിടെ തടഞ്ഞിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇത്രയും പേരുടെ അല്ലെ ഉപജീവനമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് ഇനിയുള്ള കാലത്ത് ഉണ്ടാവാതിരിക്കാനും ഇതിലൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടും മാനേജ്മെന്റ് മാന്യമായ രീതികളിലുള്ള അല്ലെങ്കിൽ നിയമ നടപടികളോ മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളുമായിട്ട് സഹകരിച്ച് പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു നല്ല വർത്തമാനം നമ്മളിലേക്ക് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതും ഈ വാഹനം തടഞ്ഞിട്ടും. ഇതുവരെ ഒരു ഇതിൽ വന്നൊരു മാന്യമായ കാര്യങ്ങളോ അല്ല മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുമില്ല. അവരിപ്പോഴും ഒരു വാശിയുടെ പുറത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊഴിലുടമയുടെ സ്വകാര്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള നിലപാടാണ് നടക്കുന്നതെന്ന് CITU നേതാവ് ആരോപിച്ചു. അത് കഴിഞ്ഞ് എല്ലാൻഡി എന്ന് പറയുന്ന അൾട്രാടെക് സിമെന്റ് 20 ഏക്കറിലോട്ട് മാറുകയും അത് 3 കൊല്ലക്കാലം അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ് അവിടുത്തെ നാട്ടുകാർ വിഷയമായി കഴിഞ്ഞപ്പോൾ ഈ ടോം എന്ന് പറഞ്ഞ ആൾ ഇങ്ങോട്ട് ഏജൻസി എടുക്കുകയും അവിടുന്ന് കഴിഞ്ഞ് 1-ാം തീയതി 2 ലോഡ് പാറത്തുക്കടവ് ഞങ്ങൾ തടയുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അവർ കമ്പനിയുടെ ആൾക്കാർ വന്ന് അവർ ഇതിനകത്ത് തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് തീരുമാനം ഉണ്ടാക്കിയില്ല. ഇന്നലെ വീണ്ടും 3 മണിയായപ്പോൾ ഈ സംഭവം വരികയും ഞങ്ങൾ തടയാൻ തൊഴിലാളികൾ ഒന്നടക്കം ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ അവരുടെ ഒരു ജീവിത പ്രശ്നമാണ് ഇത്. അതിനുവേണ്ടി തടയുകയാണ് ചെയ്തിരിക്കുന്നത്. ലോഡിംഗ് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തി അനധികൃതമായി ലോഡിറക്കുന്ന സമീപനമാണ് തൊഴിലുടമ സ്വീകരിച്ചു പോന്നിരുന്നത്. ഇതിനെതിരെ മുൻപും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കോടതി വിധിയിലൂടെ ലോഡിംഗ് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. മറ്റൊരു ഗോഡൌണിന്റെ പേരിൽ നേടിയ കോടതി ഉത്തരവ് കാണിച്ചുകൊണ്ട് നിലവിൽ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്ന നയമാണ് തൊഴിലുടമ സ്വീകരിക്കുന്നതെന്ന് CITU ഹെഡ് ലോഡ് ആൻഡ് ടിംബർ വർക്കേഴ്സ് ഏരിയ സെക്രട്ടറി ടോമി ജോർജ് പറഞ്ഞു. അപ്പോൾ കോർട്ട് ഓർഡറിന്റെ കാര്യം കാണിച്ച് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി വീണ്ടും തൊഴിലാളികളുടെ തൊഴിൽ തട്ടിപ്പറിക്കുന്ന ഒരു സമീപനമാണ് ഈ തൊഴിലുടമ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും അതിനോട് പൊരുത്തപ്പെടുവാൻ തൊഴിലാളി സംഘടനയായ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് മാന്യമായ ഒരു പരിഹാരം തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുന്നതിനെതിരെ അവരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിലപാട് ബഹുമാനപ്പെട്ട മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളും തൊഴിലുടമയോട് സംസാരിച്ച് ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേസമയം വലിയ ലോഡ് വണ്ടികൾ സ്കൂൾ സമയമടക്കം വീതി കുറഞ്ഞ വെള്ളയാങ്കുടി സുവർണഗിരി റോഡിലൂടെ കടന്നുപോകുന്നത് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നതിനൊപ്പം അപകട ഭീഷണി ഉയർത്തുന്നു എന്നാരോപിച്ച് നാട്ടുകാരും രംഗത്തെത്തി. ഈ വഴിക്കറമ്പില് ചെറിയൊരു ഒറ്റക്കെട്ട വെച്ചിരിക്കുന്ന ഒരു വീടാണ് ഇത്. ഈ വണ്ടിയെല്ലാം കൂടെ പോകുമ്പോഴത്തേനും പടപടപടാന്ന് ഭയങ്കര ഒച്ചയാണ്. ഒന്നാമത് സുഖമില്ലാത്ത ഒരാള് ഇതൊക്കെ രാത്രി കിടന്ന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഈ വണ്ടി വേദന വഴിയെ കൊണ്ടുപോയി നമുക്കിവിടെ ജീവിക്കണം. അതിനുവേണ്ടിയുള്ള കാര്യം എനിക്ക് പറയാനുള്ളൂ. തൊഴിലുടമ തൊഴിലാളികൾക്ക് ആശ്വാസകരമാകുന്ന നിലപാട് സ്വീകരിക്കുന്നതുവരെ ശക്തമായ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് കടക്കുവാനാണ് സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നിലപാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTCയിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ INTUC യൂണിയനുകളുടെ കൂട്ടായ്മ പണിമുടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പണിമുടക്ക് ഒഴിവാക്കുവാൻ KSRTC CMD പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ KSRTCയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പണിമുടക്കിൽ നിന്നും പിന്മാറില്ലെന്ന് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF അറിയിച്ചു. ശമ്പളവും പെൻഷനും എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക, DA കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക, കാലാവധി കഴിഞ്ഞ ഹിതപരിശോധന നടത്തുക, ഡ്രൈവർമാരുടെ സ്പെഷ്യൽ അലവൻസ് കൃത്യമായി നൽകുക, KSRTCക്ക് വേണ്ടി പുതിയ ബസ്സുകൾ വാങ്ങുക, മെക്കാനിക്കൽ വിഭാഗത്തിനെതിരെയുള്ള പീഡനം അവസാനിപ്പിക്കുക, സ്വിഫ്റ്റ് കമ്പനി KSRTCയിൽ ലയിപ്പിക്കുക, കാറ്റഗറി വ്യത്യാസമില്ലാതെ ഡ്യൂട്ടി സറണ്ടർ അനുവദിക്കുക, ദേശസാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, NPS
NDR നാളിതുവരെയുള്ള കുടിശ്ശിക അടച്ചു തീർക്കുകയും പിടിക്കുന്ന തുക അതാത് മാസം അടയ്ക്കുകയും ചെയ്യുക, അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSRTCയിൽ അർദ്ധരാത്രി മുതൽ INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പണിമുടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ, വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തിൻ്റെ പാതയിലായിരുന്നു. എങ്കിലും ഈ ആവശ്യങ്ങളൊന്നും സാധിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്, അംഗീകരിക്കാൻ പറ്റാത്ത മാനേജ്മെൻറ്റും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ പണിമുടക്കുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയും എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായിട്ട് ശമ്പളം തരുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം ഇതുവരെയായിട്ടും KSRTCയിൽ പ്രഖ്യാപനം പൂർത്തിയാക്കിയിട്ടില്ല. എല്ലാ മാസവും ശമ്പളം തരുമെന്ന് പറഞ്ഞിട്ട് ഘട്ടങ്ങളായി ശമ്പളം തരുന്നു. അതുപോലെ തന്നെ ശമ്പളം എന്ന് തരും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ മാസവും കൃത്യമായി ശമ്പളം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ സമരത്തിൽ ഉന്നയിക്കുന്നൊരു വിഷയം. അതുപോലെ തന്നെ DA കുടിശ്ശിക 31% DA കുടിശ്ശികയാണ് ട്രാൻസ്പോർട്ട് തൊഴിലാളികൾക്ക് നൽകാനുള്ളത്. 1% പോലും DA കുടിശ്ശിക ഇല്ല. തൊഴിലാളികൾക്ക് അതുകൊണ്ട് 10,000 രൂപയോളം മാസം നഷ്ടമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ ബസ്സുകൾ ഇറക്കുന്നില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് KSRTCയിൽ പുതിയ ബസ്സുകൾ ഇറക്കിയിട്ട് അതുകൊണ്ട് കാലഹരണപ്പെട്ട ബസ്സുകളാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അതിൻ്റെ കാലാവധി നീട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജീവനക്കാരുടെ NBS, NDR, അതുപോലെ LIC തുടങ്ങിയ തുകകൾ അതിൻ്റെ എത്തേണ്ട സ്ഥലത്ത് എത്തപ്പെടുന്നില്ല. അതുപോലെ തന്നെ 16 ഫിസിക്കൽ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ശമ്പളം കൊടുക്കുന്നില്ല. അങ്ങനെ വിവിധതരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ KSRTCയിൽ നാളെ പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്ക് ഒഴിവാക്കാൻ KSRTC CMD പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ KSRTCയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പണിമുടക്കിൽ നിന്നും പിന്മാറില്ലെന്ന് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF അറിയിച്ചു. അധികൃതരുടെ അനാസ്ഥ കൊണ്ട് പൊതുമുതൽ എപ്രകാരം നശിപ്പിക്കാമെന്ന് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് കാണിച്ചു തരും. മുരിക്കാശ്ശേരിയിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ നാശത്തിലൂടെ കോടിക്കണക്കിന് രൂപ മുടക്കി ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ പിന്നീട് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയെങ്കിലും പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. ഈ കമ്മ്യൂണിറ്റി ഹാൾ ഇപ്പോൾ മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന കരമാലിന്യങ്ങൾ സൂക്ഷിക്കാൻ ഒരിടം വേണം. അത് ആവശ്യവുമാണ്. എന്നാൽ അതിനായി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത സ്ഥലം ഒന്ന് കാണേണ്ടതാണ്. പഞ്ചായത്ത് ഓഫീസ് ഇരിക്കുന്ന മുരിക്കാശ്ശേരി വാർഡിൽ തന്നെയുള്ള കമ്മ്യൂണിറ്റി ഹാളിലാണ് മാലിന്യം ശേഖരിക്കാനായി ഭരണസമിതി സ്ഥലം കണ്ടെത്തിയത്. 2 കോടിയിലധികം രൂപ മുതൽ മുടക്കി ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ഈ സാംസ്കാരിക നിലയം ഇവിടെ നിർമ്മിച്ചത്. നിരന്തരമുള്ള സമ്മർദ്ദത്തെ തുടർന്ന് നിരവധി അവകാശവാദങ്ങൾ ഉന്നയിച്ച് 2015 ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഈ കമ്മ്യൂണിറ്റി ഹാൾ വാത്തിക്കുടി പഞ്ചായത്ത് ഏറ്റെടുത്തു. പിന്നീടുള്ള 3-4 വർഷങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ത്രിതല പഞ്ചായത്തുകളുടെ ഉൾപ്പെടെ സർക്കാർ തലത്തിലുള്ള നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നതോടൊപ്പം ചെറിയ വാടകയ്ക്ക് വ്യക്തികൾക്കും സംഘടനകൾക്കും വിവിധ പരിപാടികൾക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു. 2018 ശേഷം ഈ കമ്മ്യൂണിറ്റി ഹാൾ ചുമതലക്കാരായ വാത്തിക്കുടി പഞ്ചായത്ത് സംരക്ഷിക്കാതെയായി. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയോട് നിരവധി തവണ നാട്ടുകാരും മാധ്യമങ്ങളുമെല്ലാം വിഷയം ചൂണ്ടിക്കാട്ടിയെങ്കിലും നടപടിയെടുക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രമായി മുരിക്കാശ്ശേരി കമ്മ്യൂണിറ്റി ഹാൾ മാറ്റി. 2018 വരെ വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. എന്നാൽ 2018 മുതൽ ഈ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഇതിന് യാതൊരുവിധ മെയിൻ്റനൻസുകൾ നടത്തുകയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു കാര്യങ്ങൾ ചെയ്യല്ല, മാലിന്യങ്ങൾ നിറയ്ക്കുന്ന ഒരു കൂമ്പാരമായിട്ട് ഈ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ മാറിയിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ 4,000 രൂപയും 5,000 രൂപയും കൊടുത്ത് അവരുടെ കുട്ടികളുടെ വിവാഹം, അതുപോലെ പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ വർക്കിംഗ് ഗ്രൂപ്പുകൾ, വികസന സെമിനാറുകൾ, മിനിസ്റ്റർമാർ വരെ പങ്കെടുത്തിരിക്കുന്ന പരിപാടികൾ പങ്കെടുത്തിരിക്കുന്നതാണ്. എന്നാൽ ഇത് മാലിന്യ കൂമ്പാരവും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പഞ്ചായത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായി ഇത് മാറിയിരിക്കുന്നതാണ്. അടിയന്തരമായി ഈ കമ്മ്യൂണിറ്റി ഹാൾ ഇവിടുത്തെ മാലിന്യം നീക്കി ഇത് പണിയുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാകണമെന്നാണ് ഒരു മുൻ ജനപ്രതിനിധികളിൽ എനിക്ക് പറയാനുള്ളത്. കെട്ടിടത്തിന്റെ ഉൾഭാഗം ചിതലരിച്ച സീലിംഗ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ തകർന്നു വീണു. 800-ലധികം കസേരകളും മേശ ഉൾപ്പെടെയുള്ള മറ്റ് ഉപകരണങ്ങളും നശിച്ചു. സംരക്ഷണ ചുമതലയുള്ള വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ അശ്രദ്ധ കൊണ്ട് മാത്രം പൊതുമുതൽ നശിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മുരിക്കാശ്ശേരിയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ന്യൂസ് ബ്യൂറോ, വാത്തിക്കുടി. വിവാദങ്ങൾക്കിടയിൽ ചേർന്ന കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചെയർപേഴ്സൺ തള്ളിയതോടെയാണ് പ്രതിപക്ഷം ഡയസിനു മുൻപിലെത്തി പ്രതിഷേധിച്ചത്. CPM കൗൺസിലർ കലാരാജുവും പ്രതിപക്ഷത്തിനൊപ്പം പ്രതിഷേധത്തിൽ അണിനിരന്നു.
വിവാദങ്ങൾക്കിടെ ചേർന്ന കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചെയർപേഴ്സൺ തള്ളിയതോടെ പ്രതിപക്ഷം ഡയസിന് മുൻപിലെത്തി പ്രതിഷേധിച്ചു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഭരണസമിതി രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. CPM കൌൺസിലർ കലാരാജുവും പ്രതിപക്ഷത്തിനൊപ്പം പ്രതിഷേധത്തിൽ അണിനിരന്നു. ബഹുമാനപ്പെട്ട ചെയർ പറഞ്ഞു, അത് നമ്മുടെ കൗൺസിലർ ഗോവിന്ദേട്ടൻ പറഞ്ഞതിനോട് അവർക്കത് ഇത്രയും സമൂഹത്തിൽ ഇത്രയും കൗൺസിലർമാരുടെ മുമ്പിൽ അപമാനിച്ചതാണ് പറയുന്നത്. അപ്പം ഈ സമൂഹത്തിലെ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ എൻ്റെ പാവാടയുടെ ചരട് വലിച്ചു പൊട്ടിച്ച് അതിന് കാണിച്ച ആ ആർജവത്തിന് എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നത്? തീർച്ചയായിട്ടും ശരിയല്ല ഞാൻ പറയുന്നത്. അപ്പം ഇത്ര ഒരു 25 കൗൺസിലർമാരുടെ മാധ്യമത്തിൻ്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ അപമാനിതയായി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് നേരിട്ട് ജനാധിപത്യത്തിലെ കറുത്ത ദിനമെന്നും കൌൺസിലർ ആരോപിച്ചു. കോടതി നിർദ്ദേശമുള്ളതിനാൽ വൻ പോലീസ് സന്നാഹത്തെയും സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. കോൺഗ്രസ് കുതിരക്കച്ചവടത്തിന് ഒരുങ്ങുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് LDF പ്രവർത്തകർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കൂത്താട്ടുകുളം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുട്ടം റൈഫിൾ ക്ലബിന്റെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം PG ജോസഫ് MLA നിർവഹിച്ചു. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കട്ടപ്പനയിൽ പറഞ്ഞു. ലയൺസ് ക്ലബ്ബ് തൊടുപുഴ മെട്രോയും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് നടപ്പിലാക്കുന്ന ഭവനരഹിതർക്കായുള്ള ധനസഹായ വിതരണം സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ വിതരണമേള ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഭൂവിഷയങ്ങളിലും മലയോര മേഖലകളിലെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങളിലും ഏറ്റവും ഭീകരമായ ദുരിതം നേരിടുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തെക്കുംഭാഗം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി ദീപ യാത്ര സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.